ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമുക്കിന്ന് മകൈര്യം നക്ഷത്രത്തിൻ്റെ ഈ മാസത്തെ ടാരോ റീഡിംഗ് ഒന്ന് എടുത്തു നോക്കാം. ഓക്കെ, അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കാർഡ്സ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് കാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 9 ഓഫ് സ്പോർട്സ്, 4 ഓഫ് സ്പോർട്സ്, ഏസ് ഓഫ് കപ്സ്, ദ ഫൂൾ, ദ എംപറർ, ഡെത്ത്, വീൽ ഓഫ് ഫോർച്യൂൺ, പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഈ കാർഡ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതിൻ്റെ മീനിങ് എന്നൊന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പാസ്റ്റിൽ കുറച്ചൊരു ദുഃഖത്തിലായിരുന്നു എന്നാണ് കാർഡ്സ് കാണിക്കണത്. ഇപ്പോൾ അവർ ആ ഇമോഷണലായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കേണ്ട സമയമാണ്. അവർ ചിന്തകളൊക്കെ ഒന്ന് പ്യൂരിഫൈ ചെയ്യണം. അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ഒരു യാത്രയ്ക്കോ ഒക്കെ പോയി ആ ചിന്തകളിലൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടതാണ്. കോൺഷ്യസ് ആയിട്ട് മാറേണ്ടതാണ്. അടുത്ത് തന്നെ അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയാണ്. എക്സ്റ്റേണലായിട്ട് പുറത്തുനിന്ന് ആരെങ്കിലും ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വരും എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. പിന്നെ അവരത് ബിലീവ് ചെയ്യണം, അവർ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകണം. ഇനി ലൈഫിൽ അവർ മുന്നോട്ട് പോകണം. ബാക്കിയുള്ള പാസ്റ്റൊക്കെ മാറ്റി വെച്ചിട്ട് മുന്നോട്ട് പോകണം. അവരുടെ ലൈഫിൽ ഡിസിപ്ലിൻ കുറച്ചും കൂടെ അവർ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. ഈ പഴയ തോട്ട്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ പുതിയ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. പാസ്റ്റൊക്കെ പോയി എന്നുള്ള ചിന്തയുണ്ടാവണം. നമ്മൾ ഡിസിപ്ലിൻഡ് ആവണം കുറച്ചും കൂടി. അതുപോലെ തന്നെ കുറച്ചൊരു ഈ ട്രാൻസിഷൻ സ്റ്റേജാണ് ഇപ്പോൾ. അത് കുറച്ചൊരു ദുഃഖകരമായിട്ടുള്ള കുറച്ച് വിഷമങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ട്രാൻസിഷൻ സ്റ്റേജിൽ. പക്ഷേ ആ കാലഘട്ടം ഒന്ന് കടന്ന് പോയി കഴിഞ്ഞാൽ വളരെ നല്ലത് തന്നെയാണ് അവർക്ക് വരാൻ പോണത്. ഒരു കാലചക്രമാണല്ലോ. അപ്പോൾ ദുഃഖങ്ങളും സന്തോഷങ്ങളും മാറി മാറി വരും എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അൾട്ടിമേറ്റ്ലി അവർക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവും ഭാവിയിൽ. അതുപോലെ തന്നെ അവർ കുറച്ച് എനിക്ക് തോന്നുന്ന ഒരു കാർഡ്സ് കണ്ടിട്ട് ഇപ്പോൾ ജോലിക്കൊക്കെ ഒന്നും പോകാത്തവരാണെങ്കിൽ ഒന്ന് ചെറിയ ജോലിക്കൊക്കെ പോവാം. ഫൈനാൻഷ്യലി അവർ കുറച്ച് ഒന്നും കൂടി മെച്ചപ്പെടേണ്ട എന്തെങ്കിലും ഒരു പ്രോജക്റ്റുകൾ എടുത്ത് ചെയ്യാം. അപ്പോൾ തന്നെ ഇമോഷണലായിട്ടുള്ള പ്രോബ്ലംസ്, എനിക്ക് തോന്നുന്നു ഇമോഷണലായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഫൈനാൻഷ്യലായിട്ട് ബന്ധപ്പെട്ടെന്നാണ് കാർഡ്സ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾ പൈസ കിട്ടാനുള്ള കുറച്ച് എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സന്തോഷം കിട്ടുന്ന പോലെ പാഷനോ, നിങ്ങളുടെ പാഷനോ എന്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ കാർഡ് റീഡിംഗ്. മകൈര്യം നക്ഷത്രത്തിൻ്റെ റീഡിംഗാണ് ഇന്ന് നമ്മൾ നോക്കിയത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. ബാക്കി നമുക്ക് നാളെ നോക്കാം.